ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വയനാട് ബ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗ്യാസും ഓവനും കുക്കറും ഇല്ലാതെ എങ്ങനെ കേക്ക് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. എങ്ങനെ ഉണ്ടാക്കാം? സാധാരണ അടുപ്പിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ പാത്രങ്ങളും വീട്ടിലെ പുകയുള്ള അടുപ്പും. അപ്പോൾ നമുക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കുറച്ച് നേരം കൂട്ടുകാഴ്ചകൾ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ബിസ്ക്കറ്റുകളാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റി ബിസ്ക്കറ്റുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് കടയിൽ ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ എല്ലാ വെറൈറ്റി നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കണം, ഇതെല്ലാം പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇടുക. അപ്പോൾ കുറേ വെറൈറ്റി ബിസ്ക്കറ്റുകളാകുമ്പോൾ നമുക്ക് എന്താക്കാം, അതിൻ്റെ വെറൈറ്റി ഫ്ലേവർ നമുക്ക് കിട്ടും. നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. അതിന് കൊടുത്ത് കുറച്ച് സാധാരണ ബിസ്ക്കറ്റുകളും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കൈ അതിൻ്റെ ഇടയ്ക്കൂടെ വന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എടുക്കാൻ വേണ്ടി വന്നാണ്, ക്യാമറ ഓണാന്ന് വെച്ചിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു പാത്രം നിറച്ച് ബിസ്ക്കറ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് കൊച്ചിൻ്റെ ബിസ്ക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താക്കുക, നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൊടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എന്താക്കുക, ഇത് ഒരു മിക്സിയിലേക്ക് ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ടൊക്കെ പൊടിഞ്ഞു കേട്ടോ, ഒരു വിട്ടുവീഴ്ച നോക്കണ്ട. നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് ഈ ഒരു രൂപത്തിലേക്ക് വരണം. കണ്ടില്ലേ, നല്ലൊരു പൊടിയായിട്ട് വരണം. വീണ്ടും നമ്മൾ ഫുള്ള് ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ ജാറിലേക്ക് തന്നെ ഇടുക. ഏകദേശം ഒരു ജാറ് നിറച്ചുണ്ടാവും, നമുക്ക് അത്ര തന്നെ ആവശ്യമുണ്ട്. അതൊരു ജാറ് നിറച്ച് തന്നെ ആവശ്യമുണ്ട്. അതിലേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നൊക്കെ പറയുന്നുണ്ട്. മിൽമ പാൽ, നമ്മളെന്തൊക്കെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ടൊക്കെ മിക്സ് ആയിക്കോട്ടെ. അതിലൊന്നും വെറുതെ ഇളക്കി കൊടുത്തേക്കാം. എന്താ വെച്ചാൽ ഒന്നുകൂടെ കറക്റ്റ് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. പിന്നെ തുറന്നു കഴിയുമ്പോൾ ഒരു ചോക്ലേറ്റ്, നമുക്ക് ചോക്ലേറ്റ് രീതിയിൽ ഇത് കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. പാലും എല്ലാം കൂടെ നമ്മൾ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ മതിയാവും. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പാത്രം എടുക്കണം. പാത്രത്തിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് നമുക്ക് സൈഡ് പിടിക്കാത്ത രീതിയിൽ വെക്കണം. പിന്നെ നമുക്ക് അടിയിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഒരു വാഴയില വെച്ചിട്ട് ഒരു നല്ല റൗണ്ടിൽ കട്ട് ചെയ്ത് അത് കറക്റ്റ് അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റും പാലും ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ നമ്മൾ എന്താക്കുക, ഒഴിച്ചും കൊടുക്കുക. ആ പാത്രത്തിലേക്ക് ഒഴിക്കുക നമ്മൾ. അപ്പോൾ ആ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു തിക്നെസ് എത്ര ഉണ്ടെന്ന്. നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പത്ത് ഒരു തവ വെക്കുക, ഒരു പാത്രം വെച്ചിട്ട് അത് നന്നായി ചൂടാവാൻ അനുവദിക്കുക. ഈ പാത്രം നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ ചൂടും പിന്നെ കത്തിപ്പോവാനും പെട്ടെന്ന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ വെക്കുന്നത്. ഇതൊക്കെ നന്നായിട്ട് തീ കത്തിക്കുക. ഏകദേശം ഒരു 1/4 മണിക്കൂർ മതിയാവും ഇത് കറക്റ്റായിട്ട് വേവാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തും കറക്റ്റ് തീ കത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ തവ നന്നായി ചൂടായി തന്നെ ഇരിക്കണം, എന്നാലേ നമുക്കത് കറക്റ്റ് വേവിൽ കിട്ടുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വേവ് അറിയാൻ വേണ്ടി ചെയ്യേണ്ടത്, നമ്മളതിൻ്റെ അടപ്പ് മാറ്റി കഴിഞ്ഞിട്ട് അടപ്പ് മാറ്റിയിട്ട് നമ്മൾ സ്റ്റിക്ക് എടുക്കുക. ഒരു സ്റ്റിക്ക് എടുത്ത് കുത്തി നോക്കുക. കുത്തി നോക്കി കഴിയുമ്പോൾ ആ സ്റ്റിക്കിൻ്റെ മുകളിൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് സ്റ്റിക്ക് കുത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ടൈറ്റാണോ അല്ലെങ്കിൽ അത് ലൂസായിട്ട് വെന്തിട്ടുണ്ടോ, കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മളപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി എന്താക്കണം, ഇത് മറിച്ച് വെക്കണം. നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റണം.
അടിയൊന്നും പിടിച്ചിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു ഡെക്കറേറ്റ് ഒരു എസൻസിന് വേണ്ടി കുറച്ച് നമുക്ക് ചോക്ലേറ്റ് വേണം. നമ്മളതൊക്കെ ഒരു പാത്രത്തിൽ, ഒരു ചോറ്റുപാത്രം, അതിനകത്ത് നമുക്ക് കുറച്ച് ആ ചോക്ലേറ്റ് നമുക്ക് പൊട്ടിച്ചിടുക. അത് നേരത്തെ ഇതുപോലെ തന്നെ ആ ഒരു തവ വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അത് വെള്ളം നന്നായി ചൂടായി കഴിയുമ്പോൾ ഈ ചോറ്റുപാത്രം ആ വെള്ളത്തിന് മുകളിൽ വെക്കുക. അപ്പോൾ പെട്ടെന്ന് അത് അലുത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു സഹായമാവും. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് മൊത്തം നല്ലൊരു ഗ്രേവി രൂപത്തിലേക്ക് മാറും. ഇനി അത് നമ്മൾ നമ്മുടെ കേക്കിന് മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു ലെയർ പോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. നമുക്കിതിനകത്ത് ഗ്യാസ് വേണ്ട, ഓവൻ വേണ്ട, കുക്കർ വേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അടുപ്പും അതുപോലെ പാത്രങ്ങളും ഉപയോഗിച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. എന്താ അവസ്ഥ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല, കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഒരു സാധാരണ നമ്മൾ വാങ്ങുന്നൊരു പ്ലം കേക്ക് ആ രീതിയിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായും പുതിയൊരു പരീക്ഷണമായി ഞങ്ങൾ ഉടൻ നിങ്ങളുടെ മുമ്പിലെത്താം. കുറച്ച് നേരം കൂടുതൽ കാഴ്ചകൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നേരം വരെ ബായ്.